ഒരു പരിചയവുമില്ലാത്ത, നേരിൽ കണ്ടിട്ടില്ലാത്ത സുഹൃത്തുക്കൾക്കിടയിൽ പണമിടപാടുകൾ നടത്താമോ? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എന്നോടൊരാൾ ചോദിച്ചാൽ ഞാനതിന് ഒരൊറ്റ സെൻറ്റൻസിൽ ഉത്തരം പറയാൻ പറഞ്ഞാൽ, പിന്നെ വിത്ത് എക്സ്പ്ലനേഷൻ ആണെങ്കിൽ ഒരുപാട് കാണും, പക്ഷേ ഒറ്റ സെൻറ്റൻസിൽ ഉത്തരം പറഞ്ഞാൽ ഞാൻ പറയും, എൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ എനിക്ക് അവരത് തിരിച്ച് തരേണ്ട എന്നുള്ള ഒരു മാനദണ്ഡത്തിലാണ് ഞാനത് കൊടുക്കുന്നതെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. സഹായം അതൊരു പരിചയം എന്നുള്ളതിൻ്റെ ആവശ്യമില്ല. സഹായം എന്നതിന് ഒരു പ്രശ്നമില്ല. നമ്മൾ ഏകദേശം അവരെ മനസ്സിലാക്കുക, സഹായിക്കുക, അത്ര തന്നെ. അതൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ വിഷയം വരുന്നത്, നിങ്ങൾ ഒരു ആവശ്യത്തിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന പണം ഒരു കാരണവശാലും ഒരു പരിചയവും ഇല്ലാത്ത, നേരിൽ കണ്ടിട്ടില്ലാത്ത ഒരു സുഹൃത്തിനെ കടമായിട്ട് നൽകരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് സഹായം, മനുഷ്യൻ ഇനിയിപ്പോൾ നാളെ നമുക്ക് എന്തൊക്കെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒരു മനുഷ്യൻ്റെ സഹായം എന്നത് നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വന്നേക്കാം. പക്ഷേ ഈ വാഗ്ദാനങ്ങൾ നൽകി നമ്മൾ ഒരിക്കലും പറ്റിക്കാൻ വേണ്ടി മനസ്സിൽ കണ്ടിട്ട് വാഗ്ദാനങ്ങൾ നൽകി നമ്മൾ ഒരിക്കലും ഒരാളെ ചതിക്കരുത്. കാരണം അതിൻ്റെ 4 ഇരട്ടി നമുക്ക് നഷ്ടപ്പെടും. നമുക്കും നമ്മുടെ ഫാമിലിക്കുമായിട്ട് ചിലവാക്കി 4 ഇരട്ടി അത് നഷ്ടപ്പെടും. അത് ചരിത്രമാണ്. അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ചരിത്രമാണ്. ഇതൊക്കെ സാധാരണ എല്ലാവരും ചെയ്യുന്നത് തന്നെ. നമ്മൾ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കായി ഒരു വയ്യായിക എന്തെങ്കിലുമൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അതൊരു സഹായമായിട്ട് ചെയ്യുന്നത് തന്നെ. പക്ഷേ എനിക്കുണ്ടായൊരു അനുഭവത്തിൻ്റെ ഇതിൽ വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ, അവർക്ക് ഹോസ്പിറ്റൽ ആവശ്യത്തിന് തന്നെയാണ് ആദ്യം സഹായം കൊടുത്തത്. പിന്നെ എൻ്റെ ആ ഒരു സഹായിക്കാനുള്ള ആ ഒരു മനസ്സിനെ അവർ മുതലെടുക്കുകയായിരുന്നു എന്ന് ഞാൻ പറയും. കാരണം അവർക്ക് പിന്നീട് വേണ്ടത് സഹായമല്ല, അവർ തിരിച്ച് തരും എന്നുള്ളൊരു വാഗ്ദാനത്തിൽ അവർക്ക് പണമാണ് വേണ്ടത്. വീണ്ടും അത് ഒരു 2 തവണ വീണ്ടും ആവർത്തിച്ചു എന്നുള്ളതാണ് ശരി. 2 തവണ ആവർത്തിച്ചു, പണം അവരുടെ കയ്യിലായി. 3ാമത്തെ തവണയും ആവശ്യപ്പെടുമ്പോൾ നമ്മളത് നൽകുന്നില്ല എന്നായപ്പോൾ പതിയെ വലിയാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് പരിചയമില്ലാത്തവരെ, അത് എന്ത് കാര്യമാണെങ്കിലും കൊള്ളാം, നിങ്ങൾ തിരിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷിച്ച് നിങ്ങളുടെ ഒരു ആവശ്യം മാറ്റിവെച്ച് പണം നൽകരുത്. അത് ആ ഒരു ബന്ധം വഷളാക്കാനും മറ്റ് പല ബന്ധങ്ങൾ വഷളാക്കാനും ഒക്കെ കാരണമാകും. അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പല പിന്നെ നമുക്ക് തന്നെ പ്രഷർ ഉണ്ടാകും. നമ്മൾ തന്നെ തെറ്റുകാരും ആകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. കാരണം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ മുൻഗണന നൽകുക. അനുഭവം കൊണ്ടാണ് പറയുന്നത്, വെറും കാഴ്ചപ്പാടുകൾ കൊണ്ടല്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ മാറ്റിവെച്ച് അങ്ങനെ ഒരു സഹായം നൽകേണ്ടതില്ല കടമായി. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ ഉള്ളതിൻ്റെ ഒരു പങ്ക് ഒരാൾക്ക് ഒരു ആഹാരം വാങ്ങാനോ ഒരു ഹോസ്പിറ്റലിൽ മരുന്ന് വാങ്ങാനോ ആയിട്ടോ നിങ്ങൾക്ക് കൊടുക്കാം. ഒരു പ്രശ്നവുമില്ല. മനുഷ്യനാണ്, അതൊക്കെ വേണം. പക്ഷേ ഇങ്ങനൊരു അനുഭവം നമുക്ക് തരുമ്പോൾ നമ്മുടെ ആ ഒരു സഹായിക്കാനുള്ള, ഒരാൾക്കൊരു മരുന്ന് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ ഒരു 50 രൂപ കൊടുക്കാനുള്ള ആ ഒരു അവസരത്തെ നഷ്ടപ്പെടുത്തുകയാണ് ഇവറ്റകൾ ചെയ്യുന്നത്. മനസ്സിലായി? നമ്മളെ ചതിച്ചവർ അങ്ങനെയുള്ള ഒരു അവസരത്തെ കൂടി നഷ്ടപ്പെടുത്തുകയാണ്. കാരണം നമ്മൾക്ക് ഫാമിലിയിൽ നിന്ന് പ്രഷർ ഉണ്ടാകുന്നു. ഇനിയും നീ ഇതുപോലെയുള്ളൊരു ചതിയിൽ ചെന്ന് ചാടാനാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നു. അപ്പം നമുക്ക് വീണ്ടും നമ്മൾ തന്നെ നമ്മുടെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു നിലപാടുകളെല്ലാം ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഏത് സാഹചര്യത്തിലും ഒരാളുടെ നേരെ കണ്ണടയ്ക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നു ഇവറ്റകൾ കാരണം. അതാണ് സംഭവിക്കുന്നത്. അർഹതപ്പെട്ടവർക്ക് കൂടി സഹായം കിട്ടാതെ വരാൻ ഒരു കൂട്ടം ഇങ്ങനത്തെ പാഴുകൾ കാരണമാണ് സംഭവിക്കുന്നത്. ചതിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന പാഴുകൾ കാരണം. ഇനി ഞാൻ പറയാം, ചിലപ്പോൾ സാഹചര്യം എന്നുള്ളത് ആർക്ക് വേണമെങ്കിലും വരാമെന്നാണ്. എനിക്ക് വരാം, നിങ്ങൾക്ക് വരാം, ഈ കടം കൊടുത്തവർക്ക് വരാം, വാങ്ങിയവർക്ക് വരാം. പക്ഷേ എപ്പോഴും ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ ഈ സാഹചര്യം. മറ്റുള്ളവർ ഈ കൊടുത്തവരുടെ സാഹചര്യം കൂടി മനസ്സിലാക്കാനുള്ളൊരു മനസ്സ് വേണം. 1-2 പാഴുകൾ എനിക്ക് വാഗ്ദാനം ലംഘിച്ച് അവരെ നൈസായിട്ട് ഒഴിഞ്ഞു മാറിയ ഒരു സാഹചര്യം അവർക്ക് പെട്ടെന്ന് ഒരാഴ്ചയിൽ തിരിച്ചറിയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. 2 ആഴ്ചയല്ല, മാസങ്ങളോളം സമയവുമുണ്ടായിരുന്നു. അവർക്കത് സുഖമായിട്ട് വീട്ടാനുള്ള അവസരങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. കാരണം ചില ആളുകളുണ്ടല്ലോ, ഈ ഒന്നും അക്കൗണ്ടിൽ ബാലൻസ് ഇടുന്ന പരിപാടിയില്ല കേട്ടോ. എല്ലാം അങ്ങ് ദൂത്തടിച്ച് അത് കംപ്ലീറ്റ് ആയിട്ട് തീർക്കണം. ഇനിയിപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമായിരിക്കും. നിങ്ങൾ ദൂർത്തടിക്കുകയോ തീർക്കുകയോ എന്ത് വേണേൽ അടിച്ച് പൊളിക്കുകയോ കൊണ്ട് കുഴിച്ചിട്ട് കളയുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ മറ്റൊരാളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടാവരുത് ആ ഒരു ദൂർത്തടിക്കലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു പരിചയവും ഇല്ലാത്ത, നേരിൽ കണ്ടിട്ടില്ലാത്ത സുഹൃത്തുക്കൾക്കിടയിൽ പണമിടപാടുകൾ നടത്തുമ്പോൾ ഇങ്ങനെയൊരു കാര്യങ്ങൾ കൂടി നിങ്ങളുടെ കുടുംബത്തോട്ട് വരുന്നൊരു പ്രശ്നങ്ങൾ കൂടി മുന്നിൽ കണ്ടാൽ വളരെ നന്നായിരിക്കും. പിന്നെ എല്ലാവരുമായിട്ട് ആലോചിച്ച് മാത്രം, നിങ്ങളുടെ നിർബന്ധ പ്രകാരം ഒരു കാരണവശാലും കടം പോലെയുള്ള സംഭവങ്ങളിൽ ഒരിക്കലും സഹായം
സഹായിക്കരുത്. അത് ഭയങ്കര വിഷയം. ഇത് എന്താണ്, ജീവിതത്തെ പഠിച്ച് വരുന്നവർക്ക്, ഞാനും അങ്ങനെയൊക്കെ തന്നെ, എനിക്ക് ഒരുപാട് അനുഭവങ്ങളില്ല. ഇവിടെ നമ്മൾ പഠിച്ച് വരുന്നേ ഉള്ളൂ. ജീവിതത്തെ പഠിച്ച് വരുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ചേട്ടൻ അത് തന്നെയാണ് പറഞ്ഞത്. കാരണം നിനക്കതറിയില്ല, നിനക്ക് സമൂഹത്തെ അറിയില്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അത് ശരിയാണ്, നിനക്കറിയില്ല, എനിക്കറിയില്ല. അങ്ങനെ തന്നെ ആ അറിവില്ലായ്മയെ മുതലെടുത്തല്ലോ, വളരെ നല്ല കാര്യങ്ങൾ തന്നെ. അപ്പം എന്താണെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എനിക്ക് പറയാനുള്ള അഭിപ്രായം ഇതാണ്: സഹായിക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. നമ്മുടെ കയ്യിലുള്ളതിൻ്റെ ഒരു പങ്ക്, ഒരു അത്യാവശ്യം ഒരു ഘട്ടം വരുമ്പോൾ ഒരു സുഹൃത്തിനെ സഹായിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ആളുടെ മനസ്സുകൊണ്ടുള്ള ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കും. പക്ഷേ അത് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം ആരിൽ നിന്നും വാങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ചില പാഴ്ജന്മങ്ങൾ കാരണം ഞാൻ എത്തി നിൽക്കുകയാണ്. കാരണം എനിക്കതിന് കഴിയില്ല ഇനി. അതുകൊണ്ടാണ്, അതിനുള്ള ആ ഒരു സ്കോപ്പ് അവിടെ ഇല്ല എനിക്ക് ഇനി. കാരണം ഞാൻ ഒരാളുടെ വാക്ക് വിശ്വസിച്ച് ഒരു നല്ല കാര്യം ചെയ്തു, കാര്യം ശരി തന്നെ, അത് ചെയ്തു കൊടുത്തത് വെറും കുടുംബത്തെ പോലും അനുസരണയില്ലാതെ നടന്നിരുന്ന കുറച്ച് പാഴുകൾക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് എൻ്റെ മുന്നിൽ ഇനി അത്രയും അത്യാവശ്യമായിട്ട് ഒരാൾ വന്ന് നിന്നാൽ പോലും അയാൾക്കെതിരെ കണ്ണടയ്ക്കാൻ വേണ്ടി ഞാൻ നിർബന്ധിതയാവുകയാണ് ചെയ്യുന്നത് ഈ പാഴുകൾ കാരണം. അതാണ് ഇനിയുള്ള സത്യം. അതാണ് ഈ ഒരു പണമിടപാടിൽ ഒളിഞ്ഞു കിടക്കുന്ന ഏറ്റവും വലിയ സത്യം. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു നന്മയെ ഇനി നിങ്ങൾക്ക് നേരായ രീതിയിലും ഉപയോഗിക്കാൻ കഴിയില്ല, വിലങ്ങ് വീഴും. താങ്ക് യു ഫോർ വാച്ചിങ്.